Hi students, welcome to my channel. Today we are going to study about calculations of new profit sharing ratio at the time of admissions of a new partner, case 4. ഇതിനു മുന്നുള്ള കേസ് 3 നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിന് മുകളിലായിട്ടുള്ള ഐ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. ശരി, ഇപ്പോൾ കേസ് 4 ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ണറെ ന്യൂലി അഡ്മിറ്റ് ചെയ്യുമ്പോൾ അവരുടെ പുതിയ പാർട്ണർഷിപ്പ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് നമ്മളിവിടെ പഠിക്കുന്നത്. Here we can explain these things with the help of an example. Here the example is A and B are partners sharing profit and losses in the ratio of 2:3 and they admit C and agree to give 3/10th share of profit. If C gets his 3/10th share of profit wholly from A, determine the new profit sharing ratio. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എ ആൻഡ് ബി ആർ ദ പാർട്ട്നേഴ്സ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് ഫേം. ഒരു നിലവിലുള്ള ഒരു പാർട്ട്നേഴ്സിനകത്തുള്ള രണ്ട് പാർട്ട്നേഴ്സ് ആണ് എയും ബിയും. ആ എയും ബിയുടെയും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെയർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് 2:3. Now they agreed to admit Mr. C into partnership firm and ready to give 3/10th share of profit. അപ്പോൾ അവർ ആ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് സി എന്ന് പറയുന്ന ഒരു പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. അങ്ങനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എ ആൻഡ് ബി ആർ എഗ്രി ടു പേ 3/10th ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ടു മിസ്റ്റർ സി. Then if C gets his 3/10th share in profit wholly from Mr. A, then what will be the new profit sharing ratio? You have to determine the new profit sharing ratio. A and C എന്ന് പറയുന്ന പുതിയ പാർട്ണറിന് കിട്ടുന്ന 3/10th ഷെയർ തികച്ചും തന്നെ മുഴുവനായിട്ടും തന്നെ കിട്ടുന്നത് എ എന്നുള്ള പണ്ടത്തെ പാർട്ണർ കൊടുക്കുന്നതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എയുടെ പഴയ പാർട്ണർ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിന്ന് എ ആണ് സി എന്ന് പറയുന്ന പുതിയ പാർട്ണർക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സിക്ക് വേണ്ടി മുഴുവനായിട്ട് സാക്രിഫൈസ് ചെയ്തത് എങ്കിൽ what will be the new profit sharing ratio of the firm? Now we can find out that the new profit sharing ratio. Look here C's new profit sharing ratio is equal to 3/10. That is given in the question. C's new profit sharing ratio is 3/10. That is given in the question as per question, and C is getting this 3/10th share of profit fully from partner A. സിക്ക് കിട്ടുന്ന ഈ 3/10%, 3/10 ഭാഗം പ്രോഫിറ്റ് എന്ന് പറയുന്നത് മുഴുവനായും തന്നെ എ എന്ന് പറയുന്ന ഒറ്റൊരു പാർട്ണറിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ് ചോദ്യം. നൗ ഹെൻസ് എസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി, നമുക്കറിയാം എയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 2/5 ആണ്. 2/5 നിന്നും സിക്ക് കിട്ടുന്ന 3/10 ഷെയർ ഓഫ് പ്രോഫിറ്റ് എ കൊടുക്കുന്നു. എയുടെ 2/5 നിന്നാണ് കൊടുക്കുന്നത്. സോ എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിൽ ബി 2/5 മൈനസ് 3/10. അതായത് 3/10 എന്ന് പറയുന്ന സിയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മുഴുവനായും കൊടുക്കുന്നത് എയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിന്നാണ്. സോ എയുടെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2/5 മൈനസ് 3/10. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM 10, 4 minus 3. 5 into 2 ആണ് 10. So 2 into 2 4 minus 3, that is 1/10. So A's new profit sharing ratio will be 1/10. Okay. Now B's new profit sharing ratio, there will not be any change because B is not giving any part of his profit to C. Therefore B's old profit sharing ratio 3/5, that is 6/10. And there will be no changes in his profit sharing ratio because he is not ready to sacrifice any part of his profit to C. So B's new profit sharing ratio will be the same as the old profit sharing ratio. B's old profit sharing ratio is 3/5. Then denominator, here it is, denominator is 10. We have to change the denominator to 10. So we have to multiply both the numerator and denominator by 2. So 3 into 2 6, 5 into 2 10. So B's new profit sharing ratio will not have any change. Then that will remain same. That is 6/10. And C's profit sharing ratio is 3/10 as already mentioned in the question. So we got it. So therefore new profit sharing ratio of partner A, B and C will be
1:6:3. 1:6:3. സോ ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഞാൻ ഒന്നുകൂടി ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ അകത്ത് 2 പാർട്ട്നേഴ്സ് ഉള്ളത് എയും ബിയും ആണ്. 2 പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണ്. അവരവിടത്തേക്ക് ഒരു പുതിയൊരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ണർ. സി എന്ന് പറയുന്ന പുതിയ പാർട്ണറിന് അവർ കൊടുക്കുന്നത് 3/10 ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇവിടെയുള്ള ഒരു കണ്ടീഷൻ, ഇഫ് സി ഗെറ്റ്സ് ഹിസ് 3/10 ഷെയർ ഓഫ് പ്രോഫിറ്റ് ഹോളി ഫ്രം പാർട്ണർ എ. ഈ സി എന്ന് പറയുന്ന പുതിയ പാർട്ണറിന് കിട്ടുന്ന 3/10 ഷെയർ ഓഫ് പ്രോഫിറ്റ് മുഴുവനായും പാർട്ണർ എയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ ഹിയർ സിസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3/10. സിയുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അഥവാ സി പുതുതായിട്ട് വന്നയാളാണ്, അപ്പോൾ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3/10 ആണ്. ആൻഡ് ദിസ് 3/10 ഈസ് ഹോൺലി ടേക്കൺ ഫ്രം പാർട്ണർ എസ് പ്രോഫിറ്റ്. സോ പാർട്ണർ എയുടെ ഓൾഡ് പ്രോഫിറ്റിൽ നിന്നും 3/10 മൈനസ് ചെയ്താൽ പാർട്ണർ എയുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടും. അത്രയും നോക്കാനുള്ളൂ. Therefore, A's new profit sharing ratio is equal to his old profit sharing ratio 2/5 minus 3/10. അതാണ് ഇയാൾ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പോൾ 2/5 നിന്ന് 3/10 മൈനസ് ചെയ്യുക, ദാറ്റ് ഈസ് 4 minus 3/10, ദാറ്റ് ഈസ് 1/10. ആൻഡ് B's new profit sharing ratio, അവിടെ ഒരു മാറ്റവും ഉണ്ടാവില്ല. കാരണം ബി ഒന്നും തന്നെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. സി എന്ന് പറയുന്ന പുതിയ പാർട്ണർ വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന ഷെയർ തികച്ചും കൊടുക്കുന്നത് എ തന്നെ ആയതുകൊണ്ട് ബിയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്തായിരിക്കും പണ്ടേ ഉള്ളതുപോലെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് 3/5 ആസ് പെർ ക്വസ്റ്റ്യൻ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് 3/5. It will not change. That is equal to 6/10. Now, C's profit sharing ratio that already mentioned in the question 3/10. Here, the denominators are same. So, we can say that the new profit sharing ratio of A, B and C are 1:6:3. ഇപ്പോൾ ഈ 4ാമത്തെ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ഒരു കേസ് കൂടിയാണ് ഉള്ളത്, അടുത്തൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. അത് അടുത്ത എപ്പിസോഡ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഹിറ്റ് ദ ബെൽ ഐക്കൺ നിയർ ബൈ. താങ്ക് യു.